ഉപദേശം കൊടുത്തു കേട്ടു. ഓ, അതിനു മുൻപ് അതവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാ. അതെന്താ ടീച്ചർ ഓർക്കാത്തെ? നിങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതല, അവൾക്ക് തീരെ കുറവ്. എന്തിനാ ആ കുട്ടിയെ കൂടി സ്പോയിൽ ചെയ്യുന്നത്? പാവം അത്. എന്ത് സ്പോയിൽ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാൻ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളെ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ. നാച്ചുറലായിട്ട് പറയാൻ ശ്രമിക്കണ്ടേ എലിയമ്മേ? ലീലഭാവമായിരിക്കാം. അവൾക്ക് ഈ സമുദായത്തിന്റെ വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അവൾ തന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇവിടെ നിൽക്കുകയാണോ? അപ്പൂട്ടിനുള്ളപ്പോൾ എനിക്കെങ്ങനെ പേടിയില്ല. അപ്പൂട്ടൻ പറയുന്നതെന്തും അനുസരിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. ഞാൻ ലീലയല്ല, ലീലയുടെ അച്ഛനാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടിയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞേ, ഞങ്ങൾ പാവങ്ങളാണ്. വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇത് തീരുമ്പോഴേക്ക് ഇരുട്ടു. ചേച്ചി പൊയ്ക്കോളൂ, ഞാനും മൃദുലയും കൂടി വന്നോളാം. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട. ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ദേ കുട്ടി, തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അങ്ങേര് പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത്. ഇവിടെ അതും ഇതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമായിരിക്കില്ല. പണമുണ്ടല്ലോ, ചണ്ടി തിന്നാൻ ഏതെങ്കിലും ഒരുത്തന് കിട്ടുമായിരിക്കും. പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാ ചെല്ലേണ്ടത്. എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? വർക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ വർക്ക്. കുറെ വിഡ്ഢിപ്പെമ്പിള്ളേരെ നടുക്ക് ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകള്, കോളേജിൽ നിന്നും ഫെസ്റ്റിവലിൽ നിന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് എല്ലാ കൊല്ലവും വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നതാ. അതിന്റെ കൾമിനേഷനും എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഈ വിരട്ടെല്ലാം ഇതുമാതിരിയുള്ള പെമ്പിള്ളേരെടുത്ത് അവർക്ക് നിങ്ങളോട് ഭ്രാന്തായിരിക്കും, ആരാധനയായിരിക്കും, ആരാധന മൂത്തിട്ടുള്ള ഹിസ്റ്റീരിയ ആയിരിക്കും. എനിക്കതൊന്നുമില്ല. എനിക്ക് നിങ്ങളോടുള്ളത് വെറുപ്പും പുച്ഛവുമാണ്, കണ്ടംപ്റ്റ്. നിങ്ങളുടെ ഈ പ്രസൻസ് പോലും എനിക്ക് സ്റ്റിങ്കിങ് ആണ്. അതറിഞ്ഞ് സംസാരിച്ചാൽ മതി. കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം. എന്ത് കോംപ്ലക്സ്? എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെയും ആവശ്യമില്ല. ഏത് നിലയിൽ നോക്കിയാലും നിങ്ങളാ ഇൻഫീരിയർ. You are a dirty heap of all the primitive complexes. നിങ്ങളെ ഒരു പുരുഷനും മൈൻഡ് ചെയ്യുന്നില്ല. കാണാൻ കൊള്ളാവുന്ന പെമ്പിളർക്ക് കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അത് വേറൊരാൾക്ക് കിട്ടുമ്പോ കയറുന്ന അസൂയ കൊണ്ടാണ് നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കുറെ അരിശോ അമർഷോ ഒക്കെ തോന്നും. പക്ഷെ അത് ചെലവാക്കാൻ കൊണ്ടുവരുന്ന എന്റെ അടുത്തല്ല. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറെ ഒന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറെ ഒന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. Yes, come in. എന്താ വീണ്ടും ലോക്കൽ ഗാർഡിയൻ കളിക്കാനാണോ? അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി പറയാനോ? അപ്പോളജി നിങ്ങളോട്? നല്ല പെഡിഗിരി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം. എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാൻ ഒക്കുള്ളൂ.
ചെറ്റ ചുറ്റുപാടിൽ നിന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും. മാന്യമായിട്ട് പെരുമാറിയാൻ ഞാനും മാന്യനാ. മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ മറ്റവനാ. ചെറ്റകൾ ഇവിടെ വന്നാലുടൻ നേരെ നിങ്ങളുടെ ബെഡിലേക്ക് ഓടുന്ന അവളുമാരാ. അത്തരക്കാരെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. ഇനി പഠിച്ചോളൂ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകുകയില്ല. ഇത്രയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. നിന്നോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് ബിച്ച്, ഐ നോ ദാറ്റ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്റെ കരണത്തടിച്ചിട്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പില് തലപൊക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ ഒന്ന് പോയിക്കൂടെ ഇറങ്ങി? ആ ദിവസത്തോടെ എല്ലാം കലങ്ങി. പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. എനിക്കൊരു വിശദീകരണത്തിന് പോലും സമയം തരാതെ. അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത്? പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു. അയാൾ എന്നെയും ഞാൻ അയാളെയും. 2 ആഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ്. അതെന്നെ ആകെ തളർത്തി. പക്ഷെ കൂടുതൽ തളർന്നത് ആ വാർത്ത ഹരീഷിനുണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ്. അയാൾ ജോലി രാജിവെച്ചു. പാർവതി ആശ്രമത്തിൽ ചേർന്നത് അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും? അതെ. അന്നു തൊട്ട് അയാൾ റെഗുലറായിട്ട് കോളേജ് വന്നിട്ടില്ല. പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പുകുത്തുകയായിരുന്നു ആ മനുഷ്യൻ. ഒരുതരം സെൽഫ് ടോർച്ചറിങ് പോലെ, അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ. അയാൾ കോളേജിൽ നിന്ന് പോയി കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്കതൊരു വലിയ റിലീഫ് ആയിരുന്നിരിക്കണമല്ലോ. സത്യത്തിലായിരുന്നു. പക്ഷേ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന്. അതറിഞ്ഞപ്പോൾ അയാളുമായി വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? എന്തിന്? എനിക്ക് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെ പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല.
അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു. എന്റെ അച്ഛനൊരു പാവമായിരുന്നു, ഒരു പാവം വക്കീൽ ഗുമസ്തൻ. അമ്മയും അങ്ങനെ തന്നെ. പാപപുണ്യങ്ങൾ, ചാസ്റ്റിറ്റി, ചാരിത്ര്യം, പെണ്ണിന്റെ ശുദ്ധി, മദർഹുഡ്, വിവാഹം, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവില്ലാത്ത അമ്മയായി കഴിയാനാണ്. ആരും ഒന്നും അറിയാതെ അക്കൊല്ലം കോളേജ് അടച്ചു. റീ ഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇല്ലാത്ത ഭർത്താവിനെ പറ്റി ഞാൻ ഇവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു. ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയമുറ്റിയ നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി. ഒരു ലോങ് ലീവ്. പിന്നെ തിരിച്ചു പോരുന്നത്? മോൾക്ക് 8 വയസ്സായപ്പോൾ. അങ്ങനെ തിരിച്ചു വരാൻ തീരുമാനിച്ചത് എല്ലാവരും എല്ലാം മറന്നു എന്ന് വിചാരിച്ചിട്ടാണോ? അതെ. വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു. എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ. എനിക്കത് വേണ്ടി വന്നില്ല. കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു. ഹരീഷിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശില്പയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. അവൾക്കിപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി. സത്യത്തിൽ ശില്പയാണ് ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത്. അന്നു മുതൽ മോളുടെ എല്ലാ പിറന്നാളിനും മുറിവെറ്റാതെ എത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ്. ഹരികൃഷ്ണനും നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ ഫംഗ്ഷൻ വെച്ചായിരുന്നു? അതെ. പത്രങ്ങളിലും പോസ്റ്ററുകളിലും TV സ്ക്രീനിലും ഒക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ്. ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്കായിരുന്നു. അവർ തമ്മിൽ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എന്റെ ആധി. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ഹരികൃഷ്ണൻ അറിയാമായിരുന്നു ശില്പ സ്വന്തം മോളാണെന്ന്. രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതെ, അയാൾക്കറിയാമായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് വല്ലാതെ വൈകിപ്പോയി. വല്ലാതെ.